നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് പോകുന്ന യാത്രക്കാർക്കുള്ള തപ്തി ഗംഗ എക്സ്പ്രസിന്റെ ബോഗിക്ക് നേരെ അജ്ഞാതർ കല്ലെറിഞ്ഞു. മഹാരാഷ്ട്രയിലെ ജൽഗാവ് സ്റ്റേഷന് സമീപമാണ് സംഭവം. ഒരു യാത്രക്കാരൻ ഇതിന്റെ വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് വൈറലായിട്ടുണ്ട്. രാത്രിയിൽ യാത്രക്കാരെ സംരക്ഷിക്കണമെന്ന് റെയിൽവേയോട് ഈ യാത്രക്കാരൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ട്രെയിനിന്റെ B6 ബോഗിയുടെ ജനൽ ഗ്ലാസ് തകർന്ന നിലയിൽ വീഡിയോയിൽ കാണാം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം. അജ്ഞാതനായ ഒരാൾക്കെതിരെ ജൽഗാവ് റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ സ്നാനത്തിന് പോകുന്നവരായിരുന്നു. ത്രിവേണി സംഗമഭൂമിയിലേക്ക് മഹാശിവരാത്രി വരെ നീളുന്ന ഭക്തജന പ്രവാഹത്തിന് ഇന്ന് തുടക്കമാകും. മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പുണ്യഭൂമിയിൽ പൂർത്തിയായി. 45 ദിവസത്തെ ചടങ്ങുകളും 40 കോടി ഭക്തരും. ഇന്ന് പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെയാണ് മഹാകുംഭമേള ചടങ്ങുകൾ. പ്രധാന ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ മകരസംക്രാന്തി ദിനത്തിലും 29 മൗനി അമാവാസി ദിനത്തിലും ഫെബ്രുവരി 3 വസന്ത പഞ്ചമി ദിനത്തിലും 12 മാഘപൂർണിമ ദിനത്തിലും 26 മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ. അഖാഡകൾക്കും സന്യാസി പരമ്പരകൾക്കുമാണ് മഹാകുംഭമേളയുടെ ചുമതല. 7 സന്യാസി അഖാഡകളും 3 വൈരാഗി അഖാഡകളും 3 ഉദാസി അഖാഡകളും അടങ്ങുന്ന 13 അഖാഡകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിൽ ഈ ചുമതല നിർവഹിക്കപ്പെടുന്നു. ഇന്ന് പൗഷ് പൂർണിമയിലെ സ്നാനം ഏറ്റവും പുരാതന അഖാഡയായ ജൂന അഖാഡയിലെ സന്യാസിമാരാണ് നിർവഹിക്കുക. തുടർന്ന് ഓരോ ദിവസവും ഓരോ അഖാഡകളുടെ നേതൃത്വത്തിൽ പുണ്യസ്നാന ചടങ്ങുകൾ നടക്കും. പ്രയാഗ്രാജിൽ 15 കിലോമീറ്റർ നീളത്തിൽ സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ക്രമീകരണങ്ങളാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്നത്. മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമ സ്നാനത്തിനെത്തുന്ന ഭക്തർക്കായി വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ഉത്തർപ്രദേശ് സർക്കാർ. 50 സ്നാൻ ഘട്ടങ്ങളിലായി 330 മുന്നണി വിദഗ്ധരെ അടക്കമാണ് യോഗി സർക്കാർ വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ 11 FRPകളും 4 അനക്കോണ്ട ബോട്ടുകളും 4 വാട്ടർ ആംബുലൻസുകളും വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ NDRF, SDRF എന്നിവയുടെ 3800 സൈനികരെയും 10 കമ്പനി PAC വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സംഘത്തെയും സംഗമ സ്നാന പ്രദേശത്ത് ഡ്യൂട്ടിക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും സ്നാൻഘട്ടുകളിൽ സുരക്ഷ ഒരുക്കാനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷമായി മൗനവ്രതത്തിൽ കഴിയുന്ന സന്യാസിയായ ചായ്വാലെ ബാബ ഇക്കുറിയും മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ എത്തിക്കഴിഞ്ഞു. യഥാർത്ഥ പേര് ദിനേഷ് സ്വരൂപ് ബ്രഹ്മചാരി എന്നാണ്. വിദ്യാർത്ഥികളെ IAS പരീക്ഷയ്ക്ക് ഒരുക്കുന്ന ദൗത്യം ജീവിതവ്രതമായി ഏറ്റെടുത്തയാളാണ് ഇദ്ദേഹം. മൗനവ്രതക്കാരനാണെങ്കിലും കഴിഞ്ഞ 40 വർഷമായി IAS നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരികയാണ്. മൗനവ്രതം പാലിക്കുന്ന സ്വാമി എങ്ങനെയാണ് IASകാരെ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നു. ആംഗ്യഭാഷയും വാട്സാപ്പ് പോലുള്ള ആപ്പുകളും ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. UP പ്രതാപ്ഗഡ് സ്വദേശിയാണ് ചായ്വാലെ ബാബ. സാധാരണ സന്യാസിയിൽ നിന്നും വ്യത്യസ്തമായി നിരവധി സവിശേഷതകൾ ഇദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ച ഇദ്ദേഹം ജീവൻ നിലനിർത്തുന്നത് ചായയിലൂടെയാണ്. ദിവസേന ഇദ്ദേഹം 10 ഗ്ലാസ് ചൂട് ചായ കുടിക്കുന്നു. ആപ്പിൾ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറീൻ പവൽ മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തി. പ്രയാഗ്രാജിൽ പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ വസ്ത്രം ധരിച്ചെത്തിയ ലോറീൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്തുനിന്ന് പ്രാർത്ഥന നടത്തി. കമല എന്ന ദീക്ഷാനാമം സ്വീകരിച്ച ലോറീൻ പവൽ ജോബ്സ് ജനുവരി 29 വരെ 15 ദിവസത്തെ കൽപ്പവാസ് ആചരിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.